പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകമായിട്ട് ഈ ആലയത്തിലേക്കുന്ന ദിവസം ഈ ചൊവ്വാഴ്ച ഏകദിന ധ്യാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വളരെ ബുദ്ധിമുട്ടി നമ്മൾ ഓരോ ദിവസവും ഒരാഴ്ചയും നേർച്ച പോലെ കടന്നു വരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ കർത്താവുമായിട്ടൊന്ന് സംസാരിക്കാനും നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവന് മുൻപിലൊന്ന് തുറന്നു വയ്ക്കുവാനും ദൈവം നൽകുന്ന വലിയ അഭിഷേകത്തിൻ്റെ സമയമാണല്ലോ. പ്രിയമുള്ളവരെ, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും 2000 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ യേശുവിൻ്റെ അതേ വചസ്സുകളാണ് നമ്മൾ ഇന്നും കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുന്നതും. അവൻ്റെ അടിയിലേക്ക് വന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് വലിയ മാറ്റം വരും. അവൻ്റെ അരികിലേക്ക് വന്നാൽ എൻ്റെ ജീവിതത്തിനും എൻ്റെ കുടുംബത്തിനും ചെറിയ മാറ്റങ്ങൾ വരും. വലിയ രക്ഷയിലേക്ക് എൻ്റെ കുടുംബത്തെ കൈപിടിച്ച് നടത്തും. ഈ വലിയ ചിന്തയാണ് നമ്മെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ അരികിലേക്ക് നയിക്കുന്നത്. കരമുയർത്തി പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓരോ ആഴ്ചയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 2 മക്കള് പറഞ്ഞ കാര്യം ഇവിടെ വന്നവർ പ്രാർത്ഥിച്ചു. കരുണയുടെ തിരുനാളിന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പഠനത്തിലെ വലിയ മാർക്കൊന്നുമില്ലാത്ത മക്കളാണ്. പക്ഷെ അവരിങ്ങനെ നിയോഗം സമർപ്പിച്ച് പല സ്കൂളുകളിലും അവർ കൊടുത്തു. എവിടെയും കിട്ടുന്നില്ല. പലരെയും വിളിച്ചന്വേഷിച്ചു. ഒന്നും അവർക്ക് ആരും ശുപാർശ ചെയ്യാൻ ആരുമില്ല. ദൈവമാണ് അവർക്ക് പ്രതീക്ഷ. ഈ 2 മക്കളും ദൈവത്തിൽ സമർപ്പിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ആഴ്ച ഈ മകൻ ജോയ്സ് എന്നാണ് അവൻ്റെ പേര്. അവൻ വന്ന് നിയോഗം സമർപ്പിച്ചു. അവൻ പോയി ഇവിടുത്തെ ശുശ്രൂഷകളെല്ലാം പങ്കെടുത്തു. 4 ദിവസം മുമ്പ് അവൻ എന്നെ വിളിച്ചു, അച്ഛാ ഇവിടെയും കിട്ടിയിട്ടില്ല, കിട്ടാൻ സാധ്യതകൾ കുറവാണ്, മാർക്ക് കുറവാണ്. അവൻ്റെ ഒരു പ്രതീക്ഷ ഇതാണ്, നിയോഗം സമർപ്പിച്ചിട്ടുണ്ട്, ദൈവം കാക്കും. ഇവിടെ വരുന്ന ശുശ്രൂഷകരും അവനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിനക്ക് ദൈവം നിയോഗം സമർപ്പിച്ച് കരുണയുടെ തിരുനാൾ നീ ഒത്തിരി ഓടി നടന്നതാണ്. ഈ മകൻ എല്ലാം കഴിഞ്ഞ് എവിടെയും കിട്ടിയില്ല എന്ന് അവൻ പറഞ്ഞു. പല അച്ഛന്മാരോട് വിളിക്കാനായിട്ട് പരിശ്രമിച്ചു. അവൻ എവിടെയും അവന് സീറ്റ് കിട്ടാനായിട്ട് ഒരു സാധ്യതയിൽ അഡ്മിഷൻ മനുഷ്യകരങ്ങൾ അവൻ നോക്കി. പക്ഷെ എവിടെയും അവനെ ശുപാർശ ചെയ്യാൻ ആരുമില്ല. ചെയ്തവർക്ക് അവന് മേടിച്ച് ഒരു സീറ്റ് മേടിച്ചു കൊടുക്കാനും സാധിക്കുന്നില്ല. സീറ്റ് അവന് കിട്ടുന്നില്ല എങ്ങനെ പോയാൽ. പക്ഷേ ഇന്നലെ രാത്രിയിൽ അവൻ എൻ്റെ അരികിലേക്ക് ഒരു പാക്കറ്റ് ലഡ്ഡുവായിട്ട് വന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, അച്ഛാ ഞാൻ പലയിടത്തും പല വ്യക്തികളോട് പറഞ്ഞു എനിക്കൊന്ന് ശുപാർശ ചെയ്യണം, അവർ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊന്നും എനിക്ക് എൻ്റെ അഡ്മിഷൻ മേടിച്ച് തരാൻ സാധിച്ചില്ല. കാരണം എനിക്ക് മാർക്ക് കുറവാണ്. എനിക്ക് മാർക്ക് കുറവായപ്പോൾ ആദ്യം ഇവർ പറയും, നിനക്ക് മാർക്ക് കുറവാണല്ലോ, ഞാൻ ശുപാർശ എൻ്റെ പേര് പോവും. അവരുടെയൊക്കെ പേര് പോകുമെന്ന് കരുതി അവന് ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. അവന് വേണ്ടത് എന്താ? സയൻസ് ആയിരുന്നു. അവർ പറഞ്ഞു ഹ്യൂമാനിറ്റീസ് തരാം, കൊമേഴ്സ് തരാം. മനുഷ്യർ അങ്ങനെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇവൻ ഇവിടെ വന്ന് മാർക്ക് കുറവായി. മകൻ ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ വൈകുന്നേരം അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ സയൻസ് ഗ്രൂപ്പിന് ഒരു സ്കൂളിൽ എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. കർത്താവ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സയൻസ് ഗ്രൂപ്പ് അവൻ ആഗ്രഹിച്ചത് എന്താണോ ആ ആഗ്രഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോ ഈ ആഗ്രഹം ദൈവത്തിന് മുൻപിലാണ് അവൻ സമർപ്പിച്ചത്. ദൈവം അവനെ നടത്തി കൊടുക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹം മനുഷ്യരുടെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ ഈ മനുഷ്യർക്ക് പൂർത്തീകരിച്ചു തരാൻ സാധിക്കില്ല. അവര് പറയും, നിനക്ക് കുറവുണ്ട്, മാർക്കുണ്ട്, എനിക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ദൈവം എന്തു പറയും? നിന്റെ ആഗ്രഹത്തെ കണ്ട്, നിന്റെ ഹൃദയം കണ്ട്
നിനക്ക് ആ ആഗ്രഹത്തെ കർത്താവ് സഫലമാക്കി തരുന്ന കർത്താവിന് മുൻപിലാണ് ഞാനും നിങ്ങളും ഈ സമയത്ത് വന്നിരിക്കുന്നത്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആരെല്ലാം നിന്നോട് പറഞ്ഞാലും, ആരെല്ലാം നിന്റെ സ്വപ്നത്തിനെ മറുതലിച്ച് നിന്നാലും, ദൈവം നിന്റെ സ്വപ്നത്തെയും ആഗ്രഹത്തെയും പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശക്തികളെ ദൈവം അവിടുന്ന് എടുത്തു മാറ്റിക്കൊള്ളും. ദൈവം എടുത്തു മാറ്റും. ആ എടുത്തു മാറ്റി അവിടെ ദൈവത്തിന്റെ ഒരു വഴി തന്നെ ദൈവം പുതിയത് നിനക്ക് വേണ്ടി വെട്ടിത്തരും. ഇതാണ് പ്രിയമുള്ളവരെ, ആദ്യമേ നിങ്ങളോട് ഈ ചെറിയൊരു അനുഭവം, ഒരു കുഞ്ഞിന്റെ അനുഭവം, +1 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോകുന്ന ഒരു കുഞ്ഞിന്റെ അനുഭവം പങ്കുവെച്ച് തുടങ്ങാമെന്ന് കരുതി. ഇന്നലെ രാത്രി അവനിക്ക് ലഡ്ഡു കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ശുപാർശ ചെയ്ത് മനുഷ്യന്റെ ശുപാർശ കൊണ്ട് കിട്ടാത്തതൊന്ന് ദൈവത്തിന്റെ ശുപാർശ കൊണ്ട് ദൈവം തന്നെ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരുണയുടെ മുൻപിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ശുശ്രൂഷകൾ നടത്തുന്ന സമയത്ത്, നമ്മുടെ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയമുള്ളവർ, ഒത്തിരിയേറെ ശുശ്രൂഷകർ ഒരുപാട് സഹായിച്ചു, ഒരുപാട് എല്ലാവരും പ്രയത്നിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തലേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷകളെ ഭംഗിയാകാൻ വേണ്ടി. രാത്രിയിൽ 12 മണിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് എല്ലാം പുറത്തിറങ്ങുമ്പോഴാണ് ഒരു ശുശ്രൂഷകരിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പറഞ്ഞു, കർത്താവിന്റെ തിരുരക്തം ഒഴുകിയ ആലയമാണിത്, അതുകൊണ്ട് കർത്താവിന്റെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? കാര്യങ്ങളെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാൻ, കർത്താവിന്റെ ആഗ്രഹത്തോടെ നടക്കാൻ. ഞാൻ പറഞ്ഞു, നമ്മൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാലോ, മടുത്തിരിക്കുകയാണ്. രാത്രി 12 മണി 12:30 സമയം. അദ്ദേഹം പറഞ്ഞു, നമുക്ക് തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ഞങ്ങള് ചെറിയ ചാപ്പലിൽ പോയി 1:30 മണിക്ക് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മണി വരെ 1.5 മണിക്കൂറോളം ഞങ്ങൾ വിശുദ്ധ ബലി അർപ്പിച്ച് രാത്രി പുലർച്ച പ്രാർത്ഥിച്ചു. എന്തിന്? തിരുരക്തത്താൽ ദൈവമേ, കർത്താവിന്റെ കരുണയുടെ തിരുനാൾ മനോഹരമാകാൻ വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ച് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവാണ് ഈ ആലയത്തെ നടത്തുന്നത്, മനുഷ്യരല്ല. കർത്താവിന്റെ തിരുരക്തമാണ് ഈ ആലയത്തെ വഴി നടത്തുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ തിരുരക്തത്തെ കൂട്ടുപിടിക്കുന്ന ഏതൊരു വ്യക്തിയെയും ആ തിരുരക്തം കൂടെ സംരക്ഷണമായിട്ട് എന്നും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാകും. ശക്തിയോടെ കരമുയർത്തി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ തിരുരക്തം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തിരുരക്തം നിങ്ങൾക്ക് വലിയ സംരക്ഷണമായി നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവ് എന്നും. കാരണം എന്താണ്? തിരുരക്ത ഭക്തി വർദ്ധിപ്പിക്കുകയാണ്, തിരുരക്തത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. വിശുദ്ധ കുംഭസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഞാനും നിങ്ങളും വില കൊടുത്ത് എൻ്റെ കർത്താവിന്റെ തിരുരക്തത്തെ സ്നേഹിക്കാൻ പോവുകയാണ്. മുറിയപ്പെട്ട കർത്താവിന്റെ തിരുരക്തമാണ് നമ്മുടെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങുന്നത്. ഹല്ലേലൂയാ, യേശുവേ നന്ദി. നിങ്ങൾക്കിപ്പോൾ രോഗപീഠയിൽ നിങ്ങൾ വേദനിക്കുകയാണ്, നിങ്ങളൊരു മാനസിക സംഘർഷത്താൽ ഇപ്പോൾ കടന്ന് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കർത്താവേ, നിന്റെ തിരുരക്തം, നീ മുറിയപ്പെട്ടത് ഒരുപാട് മുറിപ്പാടുകൾ നിനക്കുണ്ടല്ലോ, ആ മുറിപ്പാടിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ എൻ്റെ രോഗപീഠയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് സൗഖ്യം നൽകണമേ കർത്താവേ. നിന്റെ തിരുമുറിവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം കൊണ്ട് എന്നെ പോലെ വേദനിക്കുന്ന ഒരുപാട് ആയിരങ്ങളുണ്ട്. അവരുടെ മുറിവുകളിലേക്ക് നിന്റെ തിരുരക്തം ഒഴുക്കി അവർക്ക് ആശ്വാസം നൽകണമേ കർത്താവായ ദൈവമേ. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക വേദനയുണ്ട്, നീ അനുഭവിച്ചൊരു വേദനയുണ്ട്. ആ വേദനയിൽ നിന്ന് ഒഴുകിയ തിരുരക്തം കൊണ്ട് എൻ്റെ ഈ മനസ്സിന്റെ നൊമ്പരത്തെ ഒന്നൊരു ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ കുടുംബത്തിലെ
ഒരു വലിയ പ്രതിസന്ധി, കുടുംബ ബന്ധങ്ങളിൽ ഒരു പ്രതിസന്ധിയുണ്ട്. നിന്റെ തിരുരക്തം കൊണ്ട് എൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ശക്തി ഒഴുക്കണമേ. കരമുയർത്തി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ചൊല്ലി പ്രാർത്ഥിക്കാമോ? കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് നിന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്റെ തിരുമുറിവിനാൽ എന്റെ ദുഃഖത്തെ, എന്റെ നിരാശയെ, എന്റെ വിഷമങ്ങളെ, എന്റെ സഹനങ്ങളെ, എന്റെ വേദനകളെ വിശുദ്ധീകരിക്കണമേ. കർത്താവായ ദൈവമേ, നിന്റെ തിരുരക്തത്താൽ എനിക്ക് ശക്തി നൽകണമേ. കർത്താവായ ദൈവമേ, നിന്റെ തിരുരക്തം കൊണ്ട് എന്നെ വഴി നടത്തണമേ. കർത്താവായ ദൈവമേ, നിന്റെ ശക്തിയാൽ എനിക്ക് അഭിഷേകം നൽകണമേ. നിന്റെ തിരുരക്തത്താൽ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും അഭിഷേകം നൽകണമേ. നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കർത്താവേ, നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കാം, കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും ചേർന്ന് യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മേൽ ഞങ്ങളങ്ങേ കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. രോഗികളായ രോഗികളായ പാപികളായ ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പരിഗണിക്കാതെ നിന്റെ അത്ഭുതകരമായ ദാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിദൂരസ്ഥരായി ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ ആശീർവദിക്കണമേ. ഈ അൾത്താരയിലേക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ മകനെയും ഓരോ മകളെയും സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ എഴുന്നള്ളി വരട്ടെ. നിന്റെ കൃപ എഴുന്നള്ളി വരട്ടെ. നിന്റെ വിശുദ്ധി എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവ് ഇന്നേ ദിവസം നമുക്കായിട്ട് നൽകിയ വാഗ്ദാന വചനം എഫേസൂസ് ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഏറ്റു പറയാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമുക്കെല്ലാം നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം ചെയ്തു തരാൻ പോകുന്നു എന്ന് തൻ്റെ അത്ഭുതകരമായ വാഗ്ദാനം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാം. ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്ന നന്മകളെ ഓർത്ത് സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ 1-2 സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ഇടവകയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ നാളിൽ എൻ്റെ കുറച്ച് സ്വർണം കാണാതെ പോയി. എവിടെ വെച്ചെന്ന് എനിക്ക് ഓർക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിൽ കൂടി പ്രാർത്ഥിക്കുകയും ബിജു അച്ഛനോട് വിവരം പറയുകയും ചെയ്തു. അന്തോനീസ് പുണ്യാളൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജോയി അച്ഛനോട് പറഞ്ഞപ്പോൾ യൂദാത്ത ദേവസിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. അങ്ങനെ കൃപാസനം മാതാവിനോടും അന്തോനീസ് പുണ്യാളനോടും യൂദാസ്ലീഹായോടും കരഞ്ഞ് പ്രാർത്ഥിച്ച അതിൻ്റെ ഫലമായി എൻ്റെ സ്വർണം എനിക്ക് തിരിച്ചു കിട്ടി. മാതാവിനും അന്തോനീസ് പുണ്യാളനും യൂദാത്ത ദേവസിനും ഒത്തിരി നന്ദി പറയുന്നു. കഴിഞ്ഞ ധ്യാനത്തിൽ ധ്യാനിപ്പിക്കാൻ വന്ന ലിനറ്റ് സിസ്റ്റർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. കുട്ടിയമ്മ ഇരകു മുണ്ടയ്ക്കൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്ന സഹോദരിയുടെ അമ്മ വന്ന് അറിയിച്ചു. ആഷ്ന എന്ന മകള് അവൾക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. വിദേശത്ത് പോകാനായിട്ട് ഉള്ള കൃപ കർത്താവ് കൊടുത്തു. പ്രാർത്ഥിച്ചതനുസരിച്ച് കാരുണ്യവാനായ കർത്താവ് ആ മകളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണോത്ത് നിന്നും വന്നിരിക്കുന്ന പ്രതീക്ഷ NV എന്ന സഹോദരൻ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ കരുണാഭിഷേക പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ക്യാൻസർ രോഗിയായിട്ട് ഉദരത്തിലെ ക്യാൻസർ രോഗത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വെച്ച് കർത്താവ് അരുളി ചെയ്തു, ക്യാൻസർ രോഗം മാറുന്നുവെന്ന്. അത് എനിക്കായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് നടത്തിയപ്പോൾ ഡോക്ടർ അതിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടി എന്ന് അദ്ദേഹം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്തിക, ബാലുശ്ശേരിയിൽ നിന്നുള്ള അവന്തിക സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റും കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു.
മൂന്നാമത്തെ അലോട്ട്മെന്റിൽ എനിക്ക് ദൈവം സീറ്റ് തന്ന് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്ന സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഇത് മാത്രമല്ല, ഇതിലധികം പേരിലെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ല. ഇന്ന് വലിയ മഴയായിട്ടും നിങ്ങൾ കർത്താവിനെയും അവിടുത്തെ വചനവും തേടി ഇവിടെ വന്നു. ദൈവം നമ്മളെ ആരെയും നിരാശരാക്കിയല്ല, വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ഒരു നിമിഷവും ദൈവസന്നിധിയിൽ എത്താതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ ആരാധന. കർത്താവേ കരുണയായിരിക്കണമേ. കർത്താവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് കയറും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ച് കയറുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ആര് മനസ്സുരുകി ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, അവർക്കെല്ലാം ഉത്തരം തരുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇത്രയും നാളും ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും നാൾ നൊവേനയിൽ പങ്കെടുത്തിട്ട്, ഇത്രയും നാൾ വചനം കേട്ടിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് ചിലരെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ദൈവം നമുക്ക് ഒരു കാര്യവും മുൻകൂട്ടി തരികയില്ല, അതുപോലെ തന്നെ വൈകിയും തരികയില്ല. ദൈവം അത് കൃത്യസമയത്താണ് നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഏത് സമയത്താണ് ഇത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറുന്നതെന്ന് നമ്മളെക്കാൾ കൂടുതലായിട്ട് അറിയാവുന്നവൻ സർവേശ്വരനാണ്. അവൻ അത് കൃത്യസമയത്ത് നമുക്ക് നൽകിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഭാഷകൾ പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ പുതിയ മറ്റേതെങ്കിലും ഒരു ഭാഷ പഠിക്കേണ്ടി വന്നെങ്കിൽ അത് ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടോടു കൂടിയാണ് ഞാൻ സെമിനാരി കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ആശങ്കയുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഞാൻ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്നെ സെമിനാരി എന്ന് പറഞ്ഞു വിടും, എനിക്ക് വൈദികനാകാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് തന്നെ ഞാൻ വൈദികനാകുമ്പോൾ മനസ്സിൽ തീരുമാനിച്ചൊരു കാര്യമാണ്, ഞാൻ കേരളം വിട്ട് മറ്റൊരിടത്തും ശുശ്രൂഷയ്ക്കായിട്ട് പോകില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ കേരളം വിട്ട് ശുശ്രൂഷയ്ക്ക് മറ്റൊരിടത്തും പോകുകയല്ലെന്ന് ചിന്തിച്ച എന്നോട് ഞാൻ പോട്ട ആശ്രമത്തിൽ 6 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പം എൻ്റെ അധികാരികൾ എന്നോട് പറയാണ്, ആന്ധ്രാപ്രദേശിലേക്ക് പോകാൻ. ആന്ധ്രാപ്രദേശിൽ പോകാനായിട്ട് എനിക്ക് മനസ്സുകൊണ്ട് താല്പര്യമില്ലെങ്കിലും ഞാൻ അധികാരികൾ പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു ചിന്ത, ഞാൻ അവിടെ പോകും, പോയിട്ട് 1 മാസം അല്ല 1 വർഷം അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കഴിച്ചു കൂട്ടും. എന്നിട്ട് ഭാഷ പഠിക്കാൻ പറ്റണില്ല, ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റണില്ല, ഇവിടെ എനിക്കൊന്നും വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട ഈ സഹോദരി, ഞാൻ അവിടെ ചെന്ന്
ഏതാണ്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ശുശ്രൂഷ നടത്താനായിട്ടിടയായി. ആ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ വിസിറ്റിനായിട്ട് അവിടെ വന്നിട്ടുണ്ടായി. ഞാനിങ്ങനെ ശുശ്രൂഷ നടക്കുമ്പം അന്നത്തെ ദിവസം അസാധാരണമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഹോള് നിറയെ ആൾക്കാർ. ഞാൻ പ്രൊവിൻഷ്യൽ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എന്നെ ഇവിടെ ഒന്നിനും ഉപകരിക്കുകയില്ല. പക്ഷെ അച്ഛൻ നോക്കുമ്പോഴേക്കും ഈ അച്ഛൻ നടത്തുന്ന ശുശ്രൂഷ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ് അവർ തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് നടത്തുക. എനിക്ക് ഇംഗ്ലീഷൊന്നും നല്ല വശയില്ല. വിഷമിച്ചാണ് ഞാൻ ഇംഗ്ലീഷ് പറയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൊവിൻഷ്യൽ നോക്കുമ്പോൾ ഹോള് നിറയെ ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അച്ഛൻ തീരുമാനിച്ചു ഇവനെ മാറ്റുന്ന പ്രശ്നമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നെ അവിടെ തുടരാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് മാറ്റം കിട്ടിയില്ല, ഞാൻ അവിടെ തുടരേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, 2 വർഷത്തിനുള്ളിൽ കാരുണ്യവാനായ ദൈവം തെലുങ്ക് എന്ന ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ, വചനം പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനും ഇംഗ്ലീഷിൽ നന്നായിട്ട് ധ്യാനിപ്പിക്കാനുള്ള കൃപ കർത്താവായ ദൈവം എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോഴാണ് വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങൾ നയിക്കാൻ ഞാൻ പല സ്ഥലങ്ങളിൽ പോകാനിടയായതും വിദേശ രാജ്യങ്ങളിൽ പോയി ദൈവവചനം പ്രസംഗിക്കാനും ഇംഗ്ലീഷിൽ ശുശ്രൂഷ ചെയ്യാനും ഒക്കെയുള്ള കൃപ കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ലാത്ത, പറയാൻ ഭയപ്പെട്ടിരുന്ന ആ ഭാഷയിലാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. മലയാളം പറയാറില്ലായിരുന്നു, മലയാളം സ്റ്റേജിൽ പോകാറില്ലായിരുന്നു. എന്നും എൻ്റെ ശുശ്രൂഷ ഇംഗ്ലീഷ് സ്റ്റേജിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമുക്ക് അവിടുത്തെ കൃപ തരുന്നത് ഏറ്റവും ഉചിതമായ സമയത്താണ്. അതൊരിക്കലും വൈകിയല്ല, അതൊരിക്കലും മുൻപേ ആകുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് എല്ലാം നമുക്ക് ഉചിതമായിട്ട് ഉചിതമായ സമയത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കാരുണ്യവാനായ കർത്താവ് തൻ്റെ അപ്പസ്തോലന്മാര് അവർക്ക് കൊടുത്തത് ഒന്ന് മാത്രമാണ്. എന്താണ്? പരിശുദ്ധാത്മാവിനെ മാത്രമേ കൊടുത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നും യേശു അവർക്ക് കൊടുത്തില്ല. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 48-ാമത്തെ തിരുവചനം 8:49 തിരുവചനം നമ്മൾ വായിക്കുക. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം പ്രതീക്ഷിച്ച് നഗരത്തിൽ തന്നെ ആയിരിക്കുവിൻ, നഗരം വിട്ടുപോകരുത്. ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ ഈ നഗരത്തിൽ തന്നെ ആയിരിക്കുവിൻ. ഇപ്പോൾ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ അല്ലാതെ മറ്റൊന്നും അവർക്ക് യേശു കൊടുത്തില്ല. ഒരു ഭൂമിയും കൊടുത്തില്ല, ഒരു പണവും കൊടുത്തില്ല, പണസഞ്ചിയും കൊടുത്തില്ല, ഒരു വസ്ത്രം പോലും വാങ്ങിക്കൊടുത്തില്ല, ഭക്ഷണവും കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാട്ടുകാരാണ് യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാം
കർത്താവ് അരുളി ചെയ്തതുപോലെ ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ആർക്കറിയാം? സ്വർഗസ്ഥനായ പിതാവിനറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എങ്ങനെയാണ്? എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അന്വേഷിക്കുന്ന മകൻ, ദൈവത്തെ അന്വേഷിക്കുന്ന മകളായി നമ്മൾ മാറുവോ? എല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാര്യവും കൂട്ടിച്ചേർക്കപ്പെടാതെ പോകില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണ്ടു 3-4 സാക്ഷ്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. അവിടെ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കേട്ടു. അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ടു. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ പ്രാർത്ഥനയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ ആഴ്ച വന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ ആരെങ്കിലും നിരാശ പൂണ്ടിരിപ്പുണ്ടെങ്കിൽ ആ നിരാശ മാറ്റിക്കളയണം. എൻ്റെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ കൃത്യസമയത്ത് എനിക്ക് നൽകും എന്ന് ഉറച്ച് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആന്ധ്രയിൽ ശുശ്രൂഷ ചെയ്യുമ്പം എന്നോടൊപ്പം പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് അർച്ചന എന്നാണ്. ആ മകള് വിജയവാഡയിലുള്ള സ്റ്റെല്ല മാരിസ് കോളേജിലെ ലെക്ചറായിട്ട് ശുശ്രൂഷ അവിടെ ജോലി ചെയ്യുന്ന മകളാണ്. അവൾ നന്നായിട്ട് പാടും. അപ്പം അവധിയുള്ളപ്പോഴൊക്കെ വന്ന് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ അവൾ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്താണ്? അവൾ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറ, ഞാൻ വിവാഹം ചെയ്യണോ വേണ്ടയോ എന്ന് പറയാം. ഞാൻ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നീ വല്ല കന്യാസ്ത്രീ ആകാൻ പോണോ? കന്യാസ്ത്രീ ഒന്നും ഞാൻ ഒരിക്കലും ആകിയല്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെന്താ നീ അത് ചോദിച്ചത്? അപ്പൊ അവള് എന്നോട് കാര്യം പറഞ്ഞു. അവള് പറഞ്ഞു, ഫാദർ, എനിക്ക് പീരിയഡ്സ് ഉണ്ടാകാറില്ല, മരുന്ന് കഴിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ വിവാഹം കഴിക്കുന്നത് ശരിയാണോ? ഞാൻ വിവാഹം കഴിച്ചാൽ ആ പുരുഷനെ ഞാൻ വഞ്ചിക്കല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, പലതവണ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒക്കെ കാരുണ്യവാനായ കർത്താവ് എനിക്ക് അവളോട് വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് വചനം തന്നതൊക്കെ. വീണ്ടും ഞാൻ, കർത്താവെ, എനിക്ക് ഒരിക്കലും തെറ്റിപ്പോകരുത്, അതുകൊണ്ട് നീ ബൈബിളിൽ നിന്നൊരു വചനം തന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നത് കാനായിലെ കല്യാണം കർത്താവ് കാണിച്ചു തരിക. അങ്ങനെ കർത്താവ് പലതവണ ആവർത്തിച്ച് എനിക്ക് സന്ദേശം തന്നു, അവളോട് വിവാഹം കഴിക്കാൻ പറയും. ഞാൻ സംശയം കൂടാതെ അവളോട് നീ വിവാഹം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതനുസരിച്ച് അവൾ വിവാഹിതയായി. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു, എന്നിട്ടും മക്കളൊന്നും ഉണ്ടാകണില്ല. അവൾ എൻ്റെ അടുക്ക വന്ന് പൊട്ടിക്കരഞ്ഞ് പരാതിപ്പെട്ടു, അച്ഛനൊരാൾ പറഞ്ഞിട്ടാ ഞാൻ കല്യാണം കഴിച്ചത്. ഇപ്പം എല്ലാ ദിവസവും അമ്മായിയമ്മ എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിന് പരിഹാരം അച്ഛൻ തന്നെ നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ കല്യാണം കഴിച്ചത്, പിന്നെ ആര് പറഞ്ഞിട്ടാ? അവൾ എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ല, യേശു പറഞ്ഞത് കൊണ്ടാണ്, കർത്താവിന്റെ വാഗ്ദാനമാണത്. അതുകൊണ്ട് ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, നീ സംശയിക്കാതിരിക്കുക. ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കും. ഞാൻ അവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു, അല്ല ഭർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഏതാണ്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആന്ധ്രയിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ ബോംബെയിലേക്ക് പോയി. ബോംബെയിലെ താബോർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യുക.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് അർച്ചനയുടെ ഫോൺ കോൾ വന്നു. ഫാദർ, ഐ ആം ബ്ലെസ്ഡ് ബൈ ദ ലോർഡ്. റൈറ്റ് നൗ ഐ ആം കൺസീവ്ഡ്. പ്രൈസ് ദി ലോർഡ്. അവള് പറയാണ്, ഞാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, ഞാനിപ്പോൾ ഗർഭവതിയാണ്. 4 വർഷങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ കൂടെ അർച്ചന എനിക്ക് ഫോൺ ചെയ്തു. അതെന്തിനാണെന്നറിയാവോ? അവള് പറഞ്ഞു, ഫാദർ, മൈ ലോർഡ് ഹാസ് ബ്ലെസ്ഡ് മീ ഫോർ എ സെക്കൻഡ് ടൈം വിത്ത് എ ബോയ് ചൈൽഡ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഒരു കുഞ്ഞു പോലും ജനിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പെൺകുട്ടി ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇതാ 2 കുട്ടികളുടെ അമ്മയായിട്ട് അവള് മാറി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. താബോർ ആശ്രമത്തില്, ബോംബെയിലെ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മറ്റൊരു സഹോദരിയുണ്ട്, ശ്രുതി എന്ന പേരായ ഒരു ഹൈന്ദവ സഹോദരി. അവള് അവിടെ ശുശ്രൂഷ ചെയ്യാൻ കാരണം എന്താണെന്നറിയാമോ? 8 വർഷം കഴിഞ്ഞ് വിവാഹിതയായിട്ട് മക്കളില്ലാതെ വേദനയോടെ താബോർ ആശ്രമത്തിൽ വന്ന് ദൈവവചനം കേട്ടു, ധ്യാനം കൂടി. കർത്താവ് അവരെ അനുഗ്രഹിച്ചു. ഇപ്പോൾ അവള് 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവളൊരു വലിയ വചന ശുശ്രൂഷകയാണ്. ഇന്റേണൽ ഡിസൈനറായിട്ട് അവളും അവളുടെ ഭർത്താവും സ്വന്തം ബിസിനസ് നടത്തുക ബോംബെ സിറ്റിയിൽ. പക്ഷെ അതിനിടയിൽ ദൈവവചനം പ്രസംഗിക്കാൻ അവര് താബോർ ആശ്രമത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നീ ആഗ്രഹിക്കുന്നതിലും നീ ചോദിക്കുന്നതിലും അധികം ചെയ്തു തരാൻ കഴിവുള്ള കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന് ഉറച്ച് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. Hallelujah. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ,
ഈശോയുടെ തിരുമുഖമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് വിളിച്ചപേക്ഷിക്കുന്നവരോട് തോന്നണമേ. കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുകൊള്ളണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ തോന്നണമേ. Praise the Lord. Hallelujah. Hallelujah. ഈ രണ്ടുപേര് അടുത്ത് നിൽക്കുന്നവര് മുഖത്തോട് മുഖം തിരിഞ്ഞ് പരസ്പരം വലതുകരം ശിരസിൽ കൈവച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ ആരുടെ ശിരസിൽ കൈവച്ചിരിക്കുന്നോ ആ വ്യക്തി, ആ മകൻ, ആ മകള് കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ആരും ഒറ്റപ്പെട്ട് നിൽക്കരുത്. ഹല്ലേലൂയ, 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടുപോട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ. യേശുവിന്റെ കൃപ നിറയട്ടെ. ഈ മക്കൾ ഓരോരുത്തരും അനുഗ്രഹം കൊണ്ട് നിറയട്ടെ. രോഗസൗഖ്യം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല സുഖമില്ലാത്ത 12 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോളില് വേദന, തോളില് ബുദ്ധിമുട്ട്, കൈ ഉയർത്താൻ ബുദ്ധിമുട്ട്, ഇത്തരം പ്രതിസന്ധിയുള്ള 4 പേർക്ക് കർത്താവ് അനുഗ്രഹം കൊടുക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഷോൾഡർ പെയിൻ ഉള്ളവര് അത് മാറിയോ നോക്കുക. എങ്കിലും കൈയൊന്ന് ഉയർത്തി കാണിക്കുക. കൈയൊന്നുയർത്തി കൈ വീശി കാണിക്കുക. സൗഖ്യം കിട്ടിയവര് കൈയൊന്നുയർത്തി കൈ വീശി കാണിക്കുക. 1 2 3 4 5 6 7 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൈയടിച്ച് നന്ദി പറയാം. ഹാർട്ട് സംബന്ധമായ രോഗമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോണിയ എന്ന പേരായ ഒരു മകളെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റൈസിയെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗവർണികയെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോമൻ എന്ന പേരായ മകനെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ആന്റണിയെ കർത്താവ് തൊടുന്നു. യായസ് എന്ന പേരായ മകനെ കർത്താവ് തൊടുന്നു. അഭിലാഷിനെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിന് വേദന, മുട്ടുമടക്കാൻ ബുദ്ധിമുട്ട് ഉള്ള 4 പേർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലിവർ സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹം നടക്കാത്തതിന്റെ ദുഃഖത്തിൽ പ്രാർത്ഥിക്കുന്ന 7 പേർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം ഒരുങ്ങുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വസ്തു വിൽപ്പന ആഗ്രഹിച്ച് ഇരുന്നിട്ട് ഇതുവരെ നടക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറുന്നു. കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വസ്തു വിൽപ്പന നടക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലിക്ക് വേണ്ടി വിദേശത്ത് പോയി ജോലി പ്രതീക്ഷിച്ച് വാഗ്ദാനം ചെയ്തവർ തന്നില്ല. ഇങ്ങനെ ദുരിതത്തിൽ കഴിയുന്ന ആരോ അവർക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ മകനെ അല്ലെ ആ മകളെ കർത്താവ് തൊടുന്നു, ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിന്റെ കാഴ്ചശക്തി മങ്ങിപ്പോയ ഒരാൾക്ക് കർത്താവ് കാഴ്ചശക്തി വീണ്ടെടുത്ത് കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്ലഡ് പ്രഷർ, ശക്തമായ ബ്ലഡ് പ്രഷർ ഉണ്ട്. അതിന് മരുന്ന് കഴിക്കുന്ന ആൾക്ക്
കർത്താവ് അത് നോർമലാക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്ന അലർജി രോഗമുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രി ഉറക്കം കിട്ടാത്ത 7 പേർക്ക് ഇതാ കർത്താവ് ഉറക്കത്തിന്റെ കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വന്ന ശേഷം ശക്തമായ തലവേദനയോടെ വന്നു. ഇപ്പൊ തലവേദനയില്ല, നല്ല സുഖം കിട്ടുന്നു. അങ്ങനെ അനുഭവപ്പെടുന്നവരൊന്ന് കൈവക്കാവോ? തലവേദന മാറിയവര്, തലവേദന മാറിയ ദാ ഒരു മകള് കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. കൈയടിച്ച് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സന്ദർശിക്കുന്ന സമയമാണ്. എന്തൊക്കെയാണ് വേണ്ടത് അത് ഇപ്പോൾ കർത്താവിനോട് ചോദിക്കുക. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷം. എഴുന്നള്ളുമ്പോ രാജാവെഴുന്നള്ളുമ്പോ നാഗലോക നാഥനീശോ എഴുന്നള്ളുമ്പോ മാനവർക്കു വരം തൂകി എഴുന്നള്ളുമ്പോ എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു വാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിൻ്റെ മീതെ നടന്നു പോയവൻ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ കടലിൻ്റെ മീതെ നടന്നു പോയവൻ മൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായി കതിരുവീശിയ പരമദീപം ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായി കതിരുവീശിയ പരമദീപം ഉന്നതത്തിൽ നിന്നിറങ്ങി ദിവ്യപൂജ്യം മന്നിടത്തിനു ജീവനേകിയ സ്വർഗപൂജ്യം